അസ്സലാമു അലൈക്കും. ഹായ് ഗൈസ്, ഞാൻ റാഫി കാസർഗോഡ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ. ഫോർട്ട് കൊച്ചി ബസ് സ്റ്റോപ്പാണിത്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. എല്ലാ ബസ്സും ഇവിടെയാണ് വരുന്നത്. രാത്രി 9 വരെ ബസ്സുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു കാഴ്ച കണ്ട നിങ്ങൾ, കുറേ ബൈക്കുകളൊക്കെ ക്യൂ ആയിട്ട് പോകുന്ന കണ്ട. ബൈക്കുകൾ മാത്രമല്ല കേട്ടോ, കാറുകളും ബസ്സുകളും ഒക്കെ ഉണ്ട്. അത് വൈപ്പിനിലേക്ക് ഇവിടുന്ന് വണ്ടിയില്ല, ബസ്സില്ല. അപ്പോൾ കടൽ വഴിയാണ് പോകുന്നത്. അതാണ് ഈ ക്യൂ ആയിട്ട് പോകുന്ന കാണുന്നത്. ഞാനിത് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, മോഹൻലാലിൻ്റെ. പക്ഷേ ലൈവായിട്ട് ഇത് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഫോർട്ട് കൊച്ചിയിലാണ് ഈ സംഭവം. കണ്ടോ, അത് പോയി. ഇനിയിപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അടുത്ത് വേറെ വരും. നിറച്ചിട്ട് കൊണ്ടുപോകാനാണ്. നല്ലൊരു കാഴ്ച തന്നെയാണ്. പിന്നെ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ടത് പറഞ്ഞാൽ കൊച്ചി എന്നറിയപ്പെടുന്നൊരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. എറണാകുളം ജില്ലയിൽ തന്നെയാണ്. എറണാകുളം ജില്ല, എറണാകുളം, ഫോർട്ട് ഇതൊക്കെ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന ആ സ്പേസ് ഉണ്ടല്ലോ, അതാണ് ഈ സ്ഥലം. കൊച്ചി നല്ല അടിപൊളി സ്ഥലമാണ്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത് കറങ്ങാൻ. നല്ല പാർക്കും, പിന്നെ മക്കൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്ക് വേറെ തന്നെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഒരുപാട് കച്ചവടക്കാരാണ് റോഡ് സൈഡിലുള്ളത്. നല്ലൊരു കാഴ്ചയാണ്. കറക്റ്റ് ടൈമിങ്ങിനാണ് ഞങ്ങൾ വന്നത്. കൂട്ടുകാരൊക്കെ വന്ന് നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വന്നാണ്. മാത്രമല്ല, മമ്മൂക്കയുടെ സിനിമയില്ലേ ബിഗ് ബി, അത് ഇതിൻ്റെ കുറച്ചപ്പുറമാണ് ഷൂട്ട് ചെയ്തത്. ആ വീടൊക്കെ ഈ ഏരിയയിൽ തന്നെയാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല, കാരണം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ്. എൻ്റെ ഈ അക്കൗണ്ടിലുണ്ട്, യൂട്യൂബിലുണ്ടത്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പിന്നെ വൈകുന്നേരമൊക്കെ നമുക്കിവിടെ വരുമ്പോൾ വല്ലാത്തൊരു രസമാണ്. ഒരുപാട് ആൾക്കാരൊക്കെ കാണാൻ പറ്റും. പിന്നെ ആ റോഡ് സൈഡിൽ മറ്റേ ഉപ്പിലിട്ട ഐറ്റംസ് ഇല്ലേ, മാങ്ങ, നെല്ലിക്ക, പിന്നെ പൈനാപ്പിൾ, അതൊക്കെ ഇവിടെ കിട്ടും. എന്ത് ടേസ്റ്റ് അറിയോ. ഇതാണ് നെഹ്റു പാർക്ക്, മക്കൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലം. ഫോർട്ട് കൊച്ചിയിലാണ് നെഹ്റു പാർക്ക്. ഈ പാർക്കിന് കുറച്ച് ഫ്രണ്ട് നമുക്ക് ഞാൻ നടന്ന് പോകുമ്പോൾ നല്ല ബീച്ച് സൈഡിലിരിക്കാൻ പറ്റിയ സ്ഥലം. ഇത് കരിമ്പിൻ്റെ ജ്യൂസാണ് റോഡ് സൈഡിൽ. പിന്നെ ഇതിൻ്റെ കുറച്ച് അതെ ഉണ്ടോ, അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് ചായക്കടയുണ്ട്, റെസിഡൻസി ഉണ്ട്. കണ്ടതാ, അതൊക്കെ ഒരുപാട് ആൾക്കാർ പുറത്ത് നിന്ന് താമസിക്കുന്ന, മറ്റേ ഇംഗ്ലീഷുകാരൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലമാണിത്. ഹോട്ടൽസാണ്. അടിപൊളി പാർക്കാണ്, നല്ല ഏരിയയാണ് ഫോർട്ട് കൊച്ചി. എനിക്കിഷ്ടപ്പെട്ട സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അവിടെ നല്ല രസമായിരുന്നു. സമയം പോയതറിഞ്ഞില്ല അവിടെ പോയിട്ട്. ഞാൻ ഇതിൻ്റെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിഗ് ബിയുടെ സിനിമയുടെ മമ്മൂക്ക അഭിനയിച്ച പടത്തിൻ്റെ ആ വീടിൻ്റെ. അതിലിതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നുകൂടി എടുക്കാൻ തോന്നി. അപ്പോൾ നല്ല രസമാണ്, കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒരുപാട് ഫാമിലീസും ബാച്ചിലേഴ്സും ഒക്കെ വരുന്നുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. കണ്ട, ബീച്ച് സൈഡാണ്, നല്ല കാറ്റാണ്, ഒക്കെ പോകുമ്പോൾ നല്ല രസമാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കച്ചവടക്കാരും. നമ്മൾ മക്കളൊക്കെ കൊണ്ടുവരാൻ നല്ല രസം. ഫാമിലി ആയിട്ടുള്ള വരുമ്പോൾ എല്ലാം അടിപൊളിയാണ് ഈ സ്ഥലമൊക്കെ കാണാൻ. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല നല്ല വീഡിയോസിലൊക്കെ ഞാനിതിൽ ഇടാറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇത് മറ്റേ ലേഡീസിൻ്റെ കുറേ ഐറ്റംസൊക്കെ വെക്കുന്ന കടയുണ്ട്. പിന്നെ ഇത് കണ്ട, തൊപ്പി, മറ്റേ ഇംഗ്ലീഷുകാരൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന തൊപ്പിയില്ലേ, കണ്ട ഞാൻ പറഞ്ഞ സാധനം. പൈനാപ്പിൾ നല്ല മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എന്ത് കഴിച്ചപ്പോൾ എന്ത് ടേസ്റ്റ് അറിയോ. മാങ്ങയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്, നെല്ലിക്ക എല്ലാം കിട്ടും. നല്ല രസമായിരുന്നു. കൂട്ടുകാർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്പേസും കൂടിയാണ്. ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ഒരു ഫേമസ് സ്ഥലമാണ്. എല്ലാ ബസ്സിലും ബോർഡ് കാണും ഫോർട്ട് കൊച്ചി, ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ബസ്സിൽ കയറിയാൽ മതി, അവർ കൊണ്ടുപോയി അവിടെ ഇറക്കും. ബീച്ച് സൈഡ്, കടൽ കുറച്ച് ഇറങ്ങിയെന്ന് തോന്നുന്നു. മുമ്പിൻ്റെ മുകളിലായിരുന്നു വെള്ളം, ഇങ്ങോട്ട് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഇറങ്ങിയിട്ട് ബീച്ചൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും.
അപ്പം നല്ല നല്ല വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഓക്കെ, ദിസ് ഈസ് മുഹമ്മദ് റാഫി കാസർഗോഡ്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും നിങ്ങളുടെ മുമ്പിലേക്ക്. ഓക്കെ, ബൈ. എന്നെ കുറച്ച് പേർക്ക് അറിയാൻ തോന്നുന്നു. ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് സിനിമകളൊക്കെ ചെറിയ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, കുറച്ച് ആൽബംസൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചാൾക്കൊക്കെ എന്നെ അറിയാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് തിരിച്ച് നിങ്ങൾ ബസ് സ്റ്റാപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോവുമായി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇത് ഇവിടെ നിന്ന് ഇപ്പോൾ ബസ് കയറിയ നേരെ പോകുന്നത് HMD ജംഗ്ഷനിലേക്ക്. ഓക്കെ, ബൈ.